കടയ്ക്കാവൂർ തെക്കും ഭാഗത്ത് പ്രവർത്തിക്കുന്ന വിമാർട്ട് എന്ന കടയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഷവായി കഴിച്ച നിരവധി പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. വിമാർട്ടിൽ നിന്ന് വൈകിട്ട് 8 മണിക്ക് ഷവായി ചിക്കൻ മേടിച്ചതാണ്. അതിൽ വിഷം കലർന്നു വന്നു. വൈഫിന് സുഖമില്ലാതായി. അത് കഴിഞ്ഞ് ആശുപത്രി കൊണ്ടുപോയി. ഛർദിലും ശ്വാസം മുട്ടലും എല്ലാം വന്നായിരുന്നു. വന്നത് മെനയാന്ന്. ഒരാളെ കഴിക്കുള്ളായിരുന്നു. അത് അങ്ങനെ ഇത് വന്നായിരുന്നു. വന്ന് ആശുപത്രി കൊണ്ടുവന്നു. ആശ്രയ ആശുപത്രി കൊണ്ടുവന്നു. ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. അത് കണക്ക് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശുപത്രികളിൽ ഗോകുല ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ എല്ലാ ഭാഗങ്ങളിലും എല്ലാവരും. റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു. അവർ ഒന്നുമില്ലാത്ത രീതിയാണ്. അങ്ങനെ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു, പഞ്ചായത്തിൽ കൊടുക്കുന്നു. 10ഓളം പേർ നിരവധി ആശുപത്രികളിൽ ചികിത്സ തേടി. ആരോഗ്യ വിഭാഗം പ്രവർത്തകർ എത്തി കട അടപ്പിച്ചു. ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ വശത്തായാണ് ഷവായിയും ഷവർമയും വിറ്റിരുന്നത്. ഇതിന് പഞ്ചായത്തിൻ്റെയോ ആരോഗ്യ വിഭാഗത്തിൻ്റെയോ ലൈസൻസ് ഇല്ല. ഇവിടെ നിന്ന് ഷവായി കഴിച്ചവർക്ക് ശ്വാസം മുട്ടലും ഛർദിയും വയറിളക്കവും ഉണ്ടായതിനെ തുടർന്ന് 10ഓളം പേരാണ് ആശുപത്രികളിലെത്തി പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിച്ചു. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും ഇവർ ചികിത്സ തേടി. കടയ്ക്കാവൂർ, അഞ്ചുതെങ്ങ്, വക്കം സ്വദേശികളെയാണ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. കടയ്ക്കാവൂർ പോലീസ് ഇവരുടെ പരാതിയിൽ കേസെടുത്തു. ഹോട്ടലുടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്തും തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു. തലസ്ഥാന വാർത്തകൾ, കടയ്ക്കാവൂർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തൻകോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.